35 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സഹായിയാണ് മലയാളികൾ ഡെവലപ്പ് ചെയ്തെടുത്ത എൻട്രി ആപ്പ്. PSCയിൽ ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും LP, UP, LDC, ബാങ്കിംഗ്, SSC, RRB, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ആപ്പ് വഴി വീഡിയോ ക്ലാസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും പരിശീലിക്കാം. ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസുകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, സബ്ജക്ട് തിരിച്ചുള്ള പരീക്ഷകൾ എല്ലാം എൻട്രി ആപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും എൻട്രി ആപ്പ് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം നിയമിക്കുന്ന IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയിലാണ് നിലവിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ തന്നെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് സെഗ്മെന്റ് എന്നൊരു സെക്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു സെക്ഷനിലായിട്ട് ഇവിടെ വ്യൂ അഡ്വർടൈസ്മെന്റ്സും അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ലിങ്കുകൾ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ്, ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ താഴത്തെ ഇംഗ്ലീഷ്, ഹിന്ദി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇതാണ് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എയർലൈൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ്, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ഫുഡ് കോർട്ട്, കാർഗോ എന്നീ സെക്ഷനുകളിലേക്കാണ് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതായത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വിവിധ ഗ്രൗണ്ട് സ്റ്റാഫുകളെ, വിവിധ ഗ്രൗണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണിത് IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റ്, അതായത് കസ്റ്റമർ സർവീസ് ഏജന്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അവർ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് ഏജന്റ് എന്നാണ് പോസ്റ്റിന്റെ പേര്. എലിജിബിലിറ്റി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് +2 ആണ്. അപ്പോൾ +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. കസ്റ്റമർ സർവീസ് ഏജന്റ് എന്നാണ് പോസ്റ്റിന്റെ പേര്. +2 യോഗ്യതയുള്ളവർക്ക് മാത്രമല്ല, ഇനി അതിൽ മുകളിൽ യോഗ്യതയുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്ന, അതായത് ഡിഗ്രിയോ അതിന് മുകളിൽ യോഗ്യതയുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മിനിമം യോഗ്യത +2 ആണ്. അപ്പോൾ +2 യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന കസ്റ്റമർ സർവീസ് ഏജന്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ആയിരിക്കും. മാത്രമല്ല ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന കസ്റ്റമർ സർവീസ് ഏജന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ 590 വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് വാക്കൻസികളുണ്ട്. എയർപോർട്ട് ജോലിയെല്ലാം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്ന ദിവസം ഡിസംബർ 30 ആണ്. അപ്പോൾ ഡിസംബർ 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും ഈ പറയുന്ന അപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഡൗൺലോഡ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഏകദേശം ജനുവരിയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡേറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ജനുവരി മാസം ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന്റെ ലിങ്കും അവിടെ തന്നെ ഉണ്ട്. അടുത്ത ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. കേരളത്തിലും എക്സാം സെന്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ എക്സാം എഴുതാവുന്നതാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ഈ പറയുന്ന ഡേറ്റ് അനൗൺസ് ചെയ്യുക. അപ്പോൾ ആ സമയത്തായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഡേറ്റ് ഓഫ് റിസൾട്ട്, അതായത് റിസൾട്ട് പ്രഖ്യാപിക്കുക ഈ പറയുന്ന എക്സാമിനേഷൻ കഴിഞ്ഞതിന്റെ 15 ദിവസത്തിനുള്ളിൽ അവർ ഈ ഒരു റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നേരത്തെ ഈ ഒരു പരീക്ഷ മുന്നേ നടത്താനിരുന്നതാണ്. കാരണം ഇത് COVID-19 സാഹചര്യങ്ങൾ കാരണം അവർ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഡിസംബർ 30 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൊട്ട് താഴെ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ടായിരിക്കും എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഡൽഹി, ജയ്പൂർ, ഗുവാഹത്തി, ഭോപ്പാൽ, ലക്നൗ, കേരളത്തിൽ കൊച്ചിയിലുമുണ്ട്. കൊൽക്കത്ത, ഡെറാഡൂൺ, പാട്ന, അഹമ്മദാബാദ്, ചണ്ഡീഗഡ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഭുവനേശ്വർ എന്നീ സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെന്റർ ഉണ്ടായിരിക്കുക. തൊട്ട് താഴെയായി എക്സാമിനേഷന്റെ സിലബസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് സിലബസിൽ 4 സെക്ഷനുകളാണ് പ്രധാനമായിട്ടുള്ളത്. ജനറൽ അവയർനെസ്സിൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഏവിയേഷൻ നോളജിൽ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതോടെ തന്നെ ഇംഗ്ലീഷ് നോളജിലും ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിലും 25 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എക്സാമിന് ഉണ്ടായിരിക്കുക. +2 ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അവർ തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അത്തരത്തിൽ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉണ്ടായിരിക്കുക. തൊട്ട് താഴെ എക്സാമിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകി. അതായത് നെഗറ്റീവ് മാർക്കുകൾ ഒന്നും തന്നെ ഈ പറയുന്ന
എക്സാമിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എത്ര മാർക്കാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് ആ മാർക്കാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. മാത്രമല്ല എക്സാമിനേഷന് 350 രൂപ ഫീസ് ഉണ്ടായിരിക്കും. ആ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം 350 രൂപ ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെ എത്രത്തിലാണ് അപേക്ഷിക്കേണ്ടത്, എത്രത്തിലാണ് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഒരിക്കൽ കൂടി പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തെറ്റായി നൽകരുത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന കസ്റ്റമർ സർവീസ് ഏജന്റ് പോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി നേരത്തെ ഞാൻ കാണിച്ചെന്ന അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. IGI ഏവിയേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇവിടെ നമ്മൾ ഈ ഒരു വ്യൂ അഡ്വർടൈസ്മെന്റ് എന്നൊരു സെക്ഷനിൽ നിന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കിയത്. അതിന്റെ തൊട്ട് മുകളിലായി അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നൊരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെയും അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായി ശ്രദ്ധിച്ചതിന് ശേഷം താഴത്തെ ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നൊരു ബട്ടൺ താഴെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്കാണ് പോവുക. അവിടെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇവിടെയും അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡിസംബർ 30 അവസാന തീയതി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ജനുവരി മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. 15 ദിവസത്തിന് ശേഷം എക്സാമിന്റെ റിസൾട്ടും പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്, എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം നൽകുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, നാഷണാലിറ്റി, കാറ്റഗറി, ജെൻഡർ, അതുപോലെ മെരിറ്റൽ സ്റ്റാറ്റസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ സെക്ഷനുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തെന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം അടുത്ത കോൺടാക്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിൻകോഡ്, കോൺടാക്ട് നമ്പർ എന്നിവ, ഇമെയിൽ അഡ്രസ് അടക്കം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ സിറ്റി, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കോൺടാക്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ കറക്റ്റായിട്ട് നൽകുക. കാരണം കോൺടാക്ട് ഇൻഫർമേഷൻ സെക്ഷനിൽ നിങ്ങൾ നൽകുന്ന ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കുമാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ എല്ലാം വരിക. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് കറക്റ്റായി തന്നെ എൻ്റർ ചെയ്യുക. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. 10th നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്, ബോർഡ് ഏത് സ്റ്റേറ്റ് ബോർഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ബോർഡ് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഏത് വർഷമാണ് പാസ്സായിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. ഈ 3 കോളങ്ങളും ഫില്ലപ്പ് ചെയ്യുക. SLC പാസ്സായതിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം നൽകേണ്ടത്. അതിനുശേഷം +2 പാസ്സായതിന്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. ഡിഗ്രി പാസ്സാവാത്ത ആളുകൾ അത് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോ ഓപ്ഷനിലാണ്, അത് നിർബന്ധമില്ല. കാരണം അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ +2 ആണ്. ആ ഒരു സെക്ഷൻ താഴെ ജനറൽ ഇൻഫർമേഷൻ, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നൽകിയാൽ മതി. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പേര് അതുപോലെ എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പറും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സെക്ഷൻ നൽകിയിരുന്നത് മെൻഷൻ സോഴ്സ് ആണ്. അതായത് സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, ഈ ജോബിനെ കുറിച്ച് അറിഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്നാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നിന്നാണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ വഴിയാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അത് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ്, ഫോട്ടോ ഐഡന്റിറ്റി എന്നൊരു സെക്ഷനാണ് അതിനുശേഷം വന്നിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ചൂസ് ഫയൽ ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിവ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോ, അതോടെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തതിന് ശേഷം താഴത്തുള്ള ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അതിന് ശേഷം സബ്മിറ്റ് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഫീസ് അടയ്ക്കുന്നതിന് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ ഓപ്ഷൻ കാണാം 350 രൂപ എന്ന് ആൾറെഡി അതിൽ കാണാം. നിങ്ങൾക്ക് വിവിധ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് തന്നെ, നിങ്ങൾക്ക് ATM കാർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അത്തരത്തിൽ ഉള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേജിലായിരിക്കും നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അത്തരത്തിൽ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് കൂടി നടത്തിയാൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ എത്തരത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും +2 യോഗ്യതയുള്ള ആളുകൾക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. 25,000 രൂപ വരെ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ മികച്ചൊരു അവസരം തന്നെയാണിത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന +2 യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും ഈ ഒരു IGI ഏവിയേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതോടെ തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനും അതോടെ തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനുള്ളതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും.
അപ്പോൾ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.